പെരുമഴയിലും ബോക്സ് ഓഫീസിൽ കുതിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പെരുമഴയിലും ബോക്സ് ഓഫീസിൽ കുതിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ. ഞായറാഴ്ച മാത്രം 720-ലേറെ ഹൗസ്ഫുൾ ഷോകൾ. വമ്പൻ കളക്ഷൻ നേടിക്കൊണ്ട് ആവേശമെന്ന വമ്പൻ വിജയത്തിന് ശേഷം തിയേറ്ററുകളിൽ ആളെ നിറച്ച് ഗുരുവായൂർ അമ്പലനടയിൽ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കോരിച്ചൊരിയുന്ന മഴയിലും ഇത്തരത്തിലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് ചിത്രം അത്യാവശ്യം ആളുകളെ എൻഗേജ് ചെയ്യുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ തന്നെയാണ്. ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ വിപിൻ ദാസ് ഒരുക്കിയ സിനിമയിൽ അനശ്വര രാജൻ, പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ തുടങ്ങിയ വലിയ താരനിര തന്നെയാണ് അണിനിരന്നിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ പോസിറ്റീവ് റിവ്യൂ വന്ന സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ഞായറാഴ്ച ഉണ്ടായത്. വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമ വാരാന്ത്യത്തിലേക്ക് കടന്നപ്പോൾ ഈ വർഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ഷോകൾ നടത്തിയ ചിത്രമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ ചിത്രം. ഞായറാഴ്ച മാത്രം 720-ലേറെ ഹൗസ്ഫുൾ ഷോകളാണ് സിനിമയ്ക്ക് ലോകമെമ്പാടും നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 600 ഷോകളും കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ, E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മലയാളത്തിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച മാത്രം 6 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് അറിയുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മലയാളത്തിലെ അടുത്ത 100 കോടി ക്ലബിലേക്കുള്ള യാത്രയിലാണോ എന്നാണ് ഏവരും സംശയത്തോടെ നോക്കുന്നത്. അങ്ങനെ പുതിയ ഉയരങ്ങളിലേക്ക് ഈ ചിത്രം കഴിഞ്ഞ മെയ് ഞായറാഴ്ച 19-ാം തീയതിയിലെ 4ാം ദിന പ്രദർശന ചിത്രം നേടിയെടുത്ത 6.30 കോടി രൂപ എന്ന വലിയ നേട്ടം, അതൊരു വലിയ നേട്ടം തന്നെയായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. 3ാം ദിനമായ മെയ് 18-ലെ കളക്ഷൻ 5 കോടിയായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 4ാം ദിനത്തിൽ ഇത്രത്തോളം വലിയൊരു കളക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതും ഒരു 26.6% വർധനവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല. കോമഡി എന്റർടൈനറിന്റെ ഞായറാഴ്ച മൊത്തത്തിൽ 65.94 മലയാളം ഒക്യുപ്പൻസി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ ചിത്രം സംവിധാനം ചെയ്ത വിപിൻ ദാസ് തന്നെയാണ് ഇതിന്റെ മെയിൻ കയ്യടി അർഹിക്കുന്ന താരം. കാരണം അദ്ദേഹത്തിന്റെ മികച്ച ഒരു മേക്കിംഗ് ഇല്ലായിരുന്നെങ്കിൽ ചിത്രം പാളിപ്പോകുമായിരുന്നു. അത്തരത്തിലുള്ള ക്ലീഷേ സബ്ജക്റ്റ് തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ആളുകൾക്ക് ആ പഴയ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നതിനും ഈ ചിത്രം വളരെയേറെ ആളുകൾ ആസ്വദിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും കാരണഭൂതമായി. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാമിലി ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കോടി കടന്നു പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വരാനിരിക്കുന്ന വമ്പൻ റിലീസുകൾ എത്രത്തോളം ഇതിനെ എഫക്ട് ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ചിത്രം 100 കോടിയിലേക്ക് നടന്നെടുക്കുക. ഏതായാലും ഇതുവരെ ചിത്രത്തിന് 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ച അവസാനത്തോടു കൂടി ചിത്രം 100 കോടിയിലേക്ക് നടത്തേക്കാം എന്നുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു അനൗദ്യോഗികമായ റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട്. ഏതായാലും ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയെ വീണ്ടും ഉണർന്നെഴുന്നേൽപ്പിക്കുകയാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് വലിയ വിജയങ്ങൾ നേടാതെ പോയപ്പോൾ, 2-3 സിനിമകൾ പരാജയപ്പെട്ടു പോയപ്പോൾ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം വലിയൊരു നേട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.